ഓക്കെ, നീ പറഞ്ഞ മാതിരി തന്നെയാണ് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ എവിടേക്കും വിട്ടു. നിനക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത ചെയ്യും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഒരു കാര്യം. ഞാൻ അതിന്റെ ക്ലിപ്പ് ഞാൻ എടുത്തിട്ട് വരാം, കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുത്തതാണ്. മക്കളും ഉള്ള ആളെ പിടിച്ചെടുക്കുമ്പോൾ യെസ്, ഞാൻ അയാളെ അല്ലെങ്കിൽ അവനെ 3 മക്കളെ 4 മക്കളെ 5 മക്കളാ അല്ല 1 മക്കളാ ഞാൻ പിടിച്ചു കൊടുക്കുന്നതാണ്. എന്താ ഈ ചെയ്യാ? ഞാന് അവനെ പിടിച്ചു കൊണ്ടുവന്നു, നീ എന്ത് ചെയ്യും? നിനക്ക് എന്താ വേണ്ടത്? നിന്നോടാണ് സാബിറ, നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ആ ആളെ പിടിച്ചു കൊണ്ടുവന്നു. ഓക്കെ, നീ പറഞ്ഞ മാതിരി തന്നെയാണ് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ എവിടേക്കും വിടൂല, ഇതാ മനസ്സില്ല. നീ എന്താ ചെയ്യാ? എന്താ ചെയ്യാ? പറ. നിനക്കെന്താ നഷ്ടം? പറ, നിനക്കെന്താ നഷ്ടം? നിനക്ക് വേറെ ഒന്നില്ല. കാരണം എനിക്ക് സമയമില്ല. നിന്റെ ഒപ്പത്തിനൊപ്പം വീഡിയോ ചെയ്യാൻ എനിക്ക് സമയമില്ല. അതാണ് പ്രശ്നം. നിനക്ക് വേറൊരു പണിയില്ല. തേരാപ്പേര നടക്കുക, വല്ല പ്രസവിച്ച വീട്ടിൽ പോയിട്ട് വല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ തന്നെ എന്റെ പരിപാടിയുള്ളൂ. പക്ഷെ ഞമ്മക്കതല്ല. നമുക്കൊരു ബിസിനസ്സും വെച്ചിരിക്കണം. പിന്നെ നമ്മളെ ഫാമിലി ഉണ്ട്. ഫാമിലിയിൽ ഓരോ പ്രശ്നങ്ങളല്ലെങ്കിൽ പരിപാടി അല്ലെങ്കിൽ അത് ഇത് ടൂറ് കാറ് മാറ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ വിഷയങ്ങൾ, കല്യാണം നിക്കാഹ് മറ്റത് മറിച്ചത് അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ അതും നോക്കണം. പിന്നെ ബിസിനസ് നോക്കണം, വീട്ടിലെ കാര്യങ്ങളും നോക്കണം. അപ്പൊ അതുകൊണ്ട് നിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ എനിക്ക് നേരെല്ലാം കിട്ടാ സാബിറ. വേറെ ഒന്നും കൊണ്ടല്ല സാബിറ. പിന്നെ ഞാൻ അത്ര തെറ്റ് നിന്നോട് ചെയ്തെങ്കിലല്ലേ നിന്നോട് എനിക്ക് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ സാബിറ. നിനക്ക് വേറൊന്നും പറയാനില്ലാത്തത് കാരണമല്ല നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്നത് സാബിറ. കാരണം എന്താ? ഈ സ്ത്രീക്ക് എന്റെ വീഡിയോ ഉള്ളൂ വല്ലതും കാച്ചാൻ. വേറെ ആരതും റിയാക്ഷൻ എടുക്കാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല. പിന്നെ ആരാണ്? കേൾപ്പിച്ച അവരത്. അങ്ങനെ 1-2 വീഡിയോസ് ടീമിന്റെ എടുത്തിട്ട് സംസാരിക്കാറുള്ളൂ. എടോ സ്ത്രീയെ, ഇപ്പോ ഗൾഫ് നാട്ടില് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ ഫാമിലികളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അവരെ അവസ്ഥ എന്ത്, നമ്മളെ അവസ്ഥ എന്ത്? നമ്മൾ ആ ബേജാറിൽ നിൽക്കുകയാണ്. അന്നം തേടി പോയവരാണ്. നിങ്ങൾക്കൊക്കെ എന്തും ആകാല. ടീഷർട്ടും എന്താണ് ബർമുടി ഇട്ടിട്ടാണ് കളിക്കുന്നത്. ഷൂവൊക്കെ ഇട്ടിട്ടാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ കളിച്ചു നടക്കാം. കാരണം എന്താ? ഇതിനുള്ളിൽ വല്ലതും വേണ്ടേ? ഇല്ലാത്തവൻ എന്ത് കളി കളിക്കാലോ. ഏത് മൊയിലേരെ എടുത്തിട്ട് കളിച്ച ഏത് ആൾക്കാരെ എടുത്തിട്ട് എന്തും പറയാലാ. കാരണം കുറച്ച് നോർമൽ ആണെങ്കിൽ നമുക്ക് നോർമലായ സ്ത്രീ എന്നെങ്കിലും പറയാം. അത്രയും നോർമൽ അല്ലാതെ അബ്നോർമൽ ആയിട്ട് നടക്കുന്ന ആൾക്കാരെ പറ്റി എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിടിച്ചു വെച്ച ആളെ നിനക്ക് കൊണ്ടുപോവാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി നിനക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത ചെയ്തോ. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഞാനാണ്ട് വിടൂല. വിട്ട് കൊടുക്കണ പരിപാടിയാ നോ. ഓക്കെ. ഇനി നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ, ആ ഭർത്താവിനെ ആരെങ്കിലും കയറി പിടിക്കണതൊന്ന് നോക്കിക്കോ. പിന്നെ അതിനെ ഇവിടെ വെച്ചിട്ടുണ്ടോ പെരല്? അല്ല പുറത്താക്കിയോ? അറിയില്ല. അപ്പോ ഇത് പറയാൻ വേണ്ടിട്ട് ഞാൻ വന്നതാണ്. ഞാൻ പിടിച്ചു വെച്ചത് തന്നെയാണ്, ഞാൻ വിട്ട് കൊടുക്കാൻ പോണില്ല. നീ എന്താണ്ട് ചെയ്യും. ഓക്കെ.